ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. നമ്മുടെ ലെവൽ എങ്ങനെയാണോ മാർക്കറ്റിൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നത് പ്രകാരം എക്സാക്ട്ലി 26,233 വരെ വന്നു. അത് ഇന്നലെ പറഞ്ഞ ക്യാപ്ഷൻ പ്രകാരം 26,181 വരുമെന്ന് ചോദിച്ചായിരുന്നല്ലോ ആ ക്യാപ്ഷൻ നമ്മൾ തമ്പനയിൽ കൊടുത്തത്. ആ തമ്പനയിൽ പ്രകാരമുള്ള ക്യാപ്ഷൻ പ്രകാരമുള്ള 26,181 വന്നു. 26,260 വരെ മാർക്കറ്റ് പോയി. നമ്മുടെ തേർഡ് റെഫറൻസ് ആയ ബുള്ളിഷ് റെഫറൻസ് ആയ 26,028 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോകുന്നു പറഞ്ഞായിരുന്നു. 26,086, 142, 233 വന്നു. എക്സാക്ട്ലി അതിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു എന്താണ് ലെവൽ നിങ്ങൾ നോക്കണ്ട, കാരണം പുതിയ കോൺട്രാക്ട് ആയതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ. കാരണം നമ്മുടെ മാർക്കറ്റ് ഇന്നലെ 54,115 ആണ് ഓപ്പൺ ചെയ്ത്. മറ്റേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന 54,300 ഭാഗത്താണ് അത് ക്ലോസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് ലെവൽ ട്രേഡിംഗ് വെച്ച് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ലെവൽ ട്രേഡിംഗ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പുതിയ കോൺട്രാക്ട് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ കഴിവതും അതിനെ അവോയ്ഡ് ചെയ്യാം. സോ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ലാസ്റ്റ് നല്ല അടിപൊളി അടാറ് മൂവ്മെന്റ് നിഫ്റ്റി തന്നു. എന്നിരുന്നാൽ കൂടി ഗാമയുടെ പ്ലേ കുറച്ച് മാർക്കറ്റിൽ വന്നുള്ളൂ. ഓപ്ഷൻ അധികം മൂവ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് 26,190 തൊട്ട് 26,260 വരെ നിഫ്റ്റി പോയ സമയത്ത് അഡ്ഡ മണി ഓപ്ഷൻസ് പലതും പോലും കയറിയിട്ടില്ല. ഞാനത് ട്രേഡ് ചെയ്യായിരുന്നു. എന്റെ റൂമിൽ തന്നെ ഞാനൊരു ഇന്ന് ഇൻട്രാഡേക്ക് വേണ്ടി പിടിച്ച ഒരു ഓപ്ഷൻ 26,500 നെക്സ്റ്റ് മന്ത് വീക്കിന്റെ നെക്സ്റ്റ് 10 ഒക്ടോബറിന്റെ ഓപ്ഷൻ, അതെനിക്ക് വലിയ പോയിന്റ് ഒന്നും പ്രോഫിറ്റ് കിട്ടില്ല. അത് ഞാൻ ചെറിയൊരു പ്രോഫിറ്റ് കൊടുത്തു. ഇന്നലെ ക്യാരി ചെയ്ത NMDCയുടെ പൊസിഷൻസ് പ്രോഫിറ്റ് കൊടുത്തു. നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ പ്രോഫിറ്റ് കൊടുത്തു. സോ പൊതുവെ പറയുകയാണെങ്കിൽ 1% ട്രേഡ് സ്ട്രാറ്റജിക്ക് എനിക്ക് ഇന്ന് 3% കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ട്രേഡ് ഉള്ള ദിവസമായിരുന്നു. പക്ഷേ എന്താണ് ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. അത് കിട്ടിയില്ല. കാരണം എന്തുകൊണ്ട് ഓപ്ഷന്റെ പ്രൈസ് അത് മൂവ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ബാങ്ക് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. 630 ഒറ്റയടിക്ക് ഏകദേശം പറഞ്ഞാൽ 498, 500 ഏകദേശം 130 പോലുള്ള ബാങ്ക് നിഫ്റ്റി ഇറങ്ങി. അപ്പൊ ഓപ്ഷന്റെ പ്രൈസ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല. സോ പൊതുവെ പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് അധികം പ്രോഫിറ്റ് കിട്ടി ഇല്ലാന്നില്ല. പക്ഷെ വലിയ മാർക്കറ്റ് കയറ്റം വരുന്ന ഒരു പ്രോഫിറ്റ് ഇന്ന് കണ്ടിട്ടില്ല. ഇതാണ് ഇന്നത്തെ മാർക്കറ്റിന് സമ്മറി ഉള്ളത്. പിന്നെ നമ്മുടെ ഇന്ന് എക്കണോമിക് കലണ്ടർ പ്രകാരം അമേരിക്കയിലെ കുറച്ച് ന്യൂസുകളൊക്കെ പോസിറ്റീവായിട്ട് വന്ന് നെഗറ്റീവ് ആയിരുന്നു. അത് പോസിറ്റീവ് വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം ചെറിയൊരു നെഗറ്റീവാണ്. 1.1828K പ്രതീക്ഷ സ്ഥാനത്ത് 1.834K വന്നു. ചെറിയൊരു നെഗറ്റീവാണ്. അത് കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം കൂടുന്ന എക്കണോമി പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. പിന്നെ അത് ചെറിയൊരു നെഗറ്റീവാണ്. സെക്കൻഡറി കേസിന് കോർ ഡ്യൂറബിൾ ഓർഡേഴ്സ് -0.1% നിന്നും +0.5%, അതായത് കോൺട്രാക്ടിങ് എക്കണോമിയിൽ നിന്നും എക്സ്പാൻഡിങ് എക്കണോമിയിലേക്ക് വന്നു. കോർപ്പറേറ്റ് പ്രോഫിറ്റ്, അത് ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ കൂടി കോർപ്പറേറ്റിന്റെ ഈ പ്രോഫിറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് പ്രോഫിറ്റ് വന്ന് എന്താണ് -2.1 3.5 ആണ്. അത് വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ കേസാണ്. ഡ്യൂറബിൾ ഗുഡ്സ് -2.8 പ്രതീക്ഷ സ്ഥാനത്ത് ഓർഡേഴ്സ് 0, അതായത് കോൺട്രാക്ടിങ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് റിസപ്ഷൻ അല്ലെങ്കിൽ കോൺട്രാക്ടിങ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് +0 എന്ന് വെച്ചാൽ അത് എക്സ്പാൻഡിങ് അല്ല, പണിയില്ല, എന്താണ് പ്രശ്നവുമില്ല, ആ രീതിക്ക് വന്നു. അതല്ലാതെ ഏറ്റവും വലിയൊരു കാര്യം അമേരിക്കയിലെ GDP വന്നു. GDP ക്വാർട്ടർ ഓൺ ക്വാർട്ടർ Q2 റിസൾട്ട് വന്ന് 1.6 സ്ഥാനത്ത് 3 പ്രതീക്ഷിച്ചു. എക്സാക്ട്ലി 3 വന്നു. അത് വളരെയധികം പോസിറ്റീവ് സാധനമാണ്. GDP സെയിൽസ് കുറച്ച് ഒരു 0.1% കുറവാണെങ്കിൽ കൂടെ അത് നെഗറ്റീവ് അല്ലെങ്കിൽ കൂടെ പ്രശ്നമില്ല. പിന്നെ ഗുഡ്സ് ഓർഡർ നോൺ ഡിഫൻസിന്റെ -0.2 +0.2 വന്നു. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഈസ് വെരി വെരി പോസിറ്റീവ്. 224K പറഞ്ഞ സ്ഥാനത്ത് 218K വന്നു. അതായത് വളരെയധികം പോസിറ്റീവായ ന്യൂസ് ആണ് എന്നൊക്കെ. ആവറേജ് പിന്നെ ജോബ്ലെസ് ക്ലെയിമിന്റെ ആവറേജും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ റീറ്റെയിൽ കൺസ്യൂമർ സ്പെൻഡിങ് കുറച്ചു കുറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ന് പവലിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഫെഡറൽ ചെയർമാന്റെ പവലിന്റെ സ്പീച്ച്. ആ സമയത്ത് മാർക്കറ്റ് ഒന്ന് അമേരിക്കൻ ഡോ ജോൺസ് ഒന്ന് ഇറങ്ങിയിട്ട് കൂടെ ഇപ്പൊ തിരിച്ച് കയറുന്നുണ്ട്. S&P ഒരു ഫ്ലാറ്റ് ആണ്. ആ പവല് പറഞ്ഞ സമയത്ത് S&P 5828 S&P താഴേക്ക് ഇറങ്ങി ഏകദേശം 39 പോയിന്റ് ഇറങ്ങി. നാസ്ഡാക്ക് ഒരു ചെറിയൊരു ഫ്ലാറ്റ് ആണ്. ആ മോർണിംഗ് തൊട്ട് ഗ്യാപ് ഡൗൺ വന്നു. പിന്നെ ഗ്യാപ്പ് ഓപ്പൺ വന്നു, തിരിച്ച് ഇറങ്ങി ആ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് ആശ അവിടെ കിടന്ന് കളിക്കുന്നു. നമ്മുടെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ഒക്ടോബർ മാസത്തെ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗം ഈ ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്ത് എത്രയാണ്
26,346 ഭാഗത്തൊക്കെ ക്ലോസ് ചെയ്ത് 361 ഭാഗത്തേക്ക് ചെറിയൊരു പ്ലസ് 5.6 പോയിന്റ് പ്ലസിലേക്കാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് സമ്മർ നിൽക്കേണ്ടത്. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിലേക്ക് നമുക്ക് പോവാലോ. അപ്പൊ നിഫ്റ്റിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ അപ്പാണ്. നിങ്ങൾ പലരും പറയുന്നത് ട്രെൻഡ് ഡേ അല്ല, നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു നോർമൽ ട്രെൻഡ് ഡേ അപ്പാണ്. കാരണം നിഫ്റ്റിയുടെ POC താഴെയാണ് നിൽക്കുന്നത്, VWAP താഴെയാണ്. POC മുകളിലോട്ട് മെർജ് ചെയ്യാൻ സമയം കൊടുത്തില്ല. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 26,092 ഭാഗത്താണ് POC നിൽക്കുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കുറെ സിംഗിൾ പ്രിന്റുകൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്യുന്നത് 220 നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ നിൽക്കുന്ന 360 ഭാഗത്തേക്ക് നാളെ ഓപ്പൺ ചെയ്യുമെങ്കിൽ ഒരു 140 പോയിന്റ് ഗ്യാപ്പിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നാളെ ലെവൽസ് ഒന്നും വർക്ക് ആവില്ല. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഡർ ഫ്ലോയുടെ വെച്ചുള്ള ലെവലാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ, നിഫ്റ്റിയുടെ സപ്പോർട്ട്സ് ഉണക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ മാർക്കറ്റ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലേക്ക് ഓപ്പൺ ചെയ്യണം. ഈ 26,092 എന്ന് പറഞ്ഞാൽ POC നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ ആ POC നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഏതൊക്കെയാണ്? 26,092 നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ POC. സോ ഞാൻ ആ POC ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. 26,092, 26,000. ഓക്കെ, 92 നമ്മളെ POC. എക്സാക്ട്ലി അവിടെ തന്നെ ഞാൻ എന്റെ വരയും വന്നു. ഇനി അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 26,147 ഒരു സപ്പോർട്ടാണ്. അവിടെ സിംഗിൾ പ്രിന്റ് ഉണ്ട്, സപ്പോർട്ടാണ്. 26,147 ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ആ സപ്പോർട്ട് ഞാനൊന്ന് വരയ്ക്കുകയാണ്. സപ്പോർട്ട് പച്ച കളർ നമുക്ക് അതിന് മുകളിൽ ഓപ്പൺ ചെയ്ത്. അടുത്ത സപ്പോർട്ട് വന്നാൽ 26,205 ഒരു സപ്പോർട്ടാണ്. സോ നാളെ നമുക്ക് ഇതൊക്കെ ഒരു സപ്പോർട്ടാണ്. 26,205 ഒരു സപ്പോർട്ട് സോണാണ്. കാരണം നമ്മൾ മാർക്കറ്റ് അതിന് മുകളിൽ ഇരിക്കുകയാണ്. ഇനി നമ്മൾ SD ബാൻഡ് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ 26 ഇന്നത്തെ ഈ ഫ്യൂച്ചറിന്റെ ഹൈ ആയ 26,260 ഒരു സപ്പോർട്ട് സോണായിട്ട് വർക്ക് ചെയ്യും. 26,260 ഒരു സപ്പോർട്ട് സോണായിട്ട് വർക്ക് ചെയ്യും. കാരണം നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, മറ്റേത് 360, 26,362 നിൽക്കണം, ഇത് 26,220 നിൽക്കണം. അപ്പം ഒരു 140 പോയിന്റ് ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇത് ഓർത്തോളൂ, ഇതായിരിക്കും നമുക്ക് നാളെയുള്ള സപ്പോർട്ട് സോൺ. ഇനി നമ്മുടെ ഈ ഫ്യൂച്ചർ 342 ഭാഗത്തൊക്കെ നമ്മളെ എന്തുവാണ് നിഫ്റ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എന്റെ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റിയുടെ ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. 285 ഭാഗത്താണ് നിഫ്റ്റി ഫ്യൂച്ചർ. ആവറേജ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 324 ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്യുന്നത്. സോ ഇതിന്റെ 335 മുകളിലാണ് ബുള്ളിഷ് ഇവിടുത്തെ റെഫറൻസ്. 26,335 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കേരള ചാൻസ് കൂടുതൽ. അപ്പൊ ഞാൻ ആ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 26,335 റെഫറൻസ്, ഫസ്റ്റ് റെഫറൻസ് 26,335 നമ്മളെ ഇപ്പോഴത്തെ ഈ നെക്സ്റ്റ് മന്തിന്റെ ഫ്യൂച്ചർ പ്രകാരമുള്ള റെഫറൻസും ഞാൻ അത് ഒരു റെഫറൻസ് ഇപ്പൊ എന്താണ്, ഇതാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. 26,335 മുകളിൽ ഒക്ടോബർ ഫ്യൂച്ചർ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 26,401 ആണ്. 26,401, 26,401 അതിന് മുകളിൽ അടുത്ത റെഫറൻസ് എന്ന് പറഞ്ഞാൽ 26,478 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വരാം. ഇതായിരിക്കും നമ്മളെ നാളത്തെ ഒരു ലെവൽ. അതായത് നമ്മളെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യാൻ പോണ 340, 320 ഭാഗത്തൊക്കെ ആണെങ്കിൽ 335 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 401, 428 വരെ പോവാം. ഇനി 330 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ കറണ്ട് മന്തിന്റെ എക്സ്പയർ ആയ സെപ്റ്റംബർ ഫ്യൂച്ചറിന്റെ ഹൈയുടെ ഭാഗത്ത് 260 ഭാഗത്തേക്ക് വരാം. അതിനായി 200 വരാം, അതായത് 148, അതായത് ഈ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ. അത് നിങ്ങളെ മനസ്സിൽ ഓർത്തോളൂ, ഇതായിരിക്കും നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? കാരണം എന്താണ്, നമ്മളെ മാർക്കറ്റിൽ നിന്ന് സംഭവിച്ച ഗ്യാപ്പിന്റെ ഒക്ടോബർ സെപ്റ്റംബർ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളതാണ് ആ ഗ്യാപ്പ് പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം. സോ ബാങ്ക് നിഫ്റ്റി ലെവലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് പുതിയ ലെവലിലേക്ക് നമുക്ക് പോകാമല്ലോ. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ വിത്ത് POC ക്ലോസ് ചെയ്തിരിക്കുന്നത് 54,435 ഭാഗത്താണ്. അപ്പം നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. POC 54,435 ഭാഗത്താണ് POC ഉള്ളത്. അപ്പോൾ ഓർത്തോളുക, നോർമൽ ട്രെൻഡ് ഡേ അല്ല, POC മുകളിലോട്ട് മെർജ് ചെയ്തു. ഇനി നോക്കേണ്ടത് ഫസ്റ്റ് 54,600 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. 54,600 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. 54,600 നമ്മുടെ റെസിസ്റ്റൻസ്. അതാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. ഓർത്തോളൂ, 54 റെഫറൻസും നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. 54,600 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ ബുള്ളിഷ് റെഫറൻസ് ആണ് 54,600. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം? 54,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,802 വരെയും 54,802 54,802 വരെ പോവാനും
അതിന് മുകളിൽ 55,000 എന്ന് പറഞ്ഞ റൗണ്ട് ഫിഗർ, 55,000 എന്ന് പറഞ്ഞ റൗണ്ട് ഫിഗർ, 55,000 റൗണ്ട് ഫിഗറും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. കാരണം ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ലെവൽ വരെ ഇത്ര ഉള്ളപ്പോൾ 55,000 പോട്ടെങ്കിൽ സ്കൈ, ഇതിപ്പോ സ്കൈ ഹൈ എന്ന രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് POC ആണ്. അതിന് താഴെ വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 54,326 ഒരു സപ്പോർട്ടാണ്. 54,326 സപ്പോർട്ടാണ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. നമ്മുടെ ബിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറിയത്. അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത വരുന്നത് ഈ സിംഗിൾ പിന്നാണ് 54,250, 54,250, 54,250 സപ്പോർട്ട് ആയിട്ട് വർക്കാം. 326 താഴെ 250. അതിന് താഴോട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഈ ഒരു POC 54,142 എന്ന് പറഞ്ഞാൽ ഈ POC സപ്പോർട്ടാണ്. 54,142 എന്ന് പറഞ്ഞ വിർജിൻ POC അത് ഇപ്പോഴും ടച്ച് ആയിട്ടില്ല. അതിന് POCയുടെ കളർ ഞാൻ കൊടുത്തേക്കാം. അതിന് താഴെ ഇന്നലത്തെ POC ആയ 54,049 സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി വർക്കാം. സോ 54,049 ഇതാണ് നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ്. സോ നിങ്ങളെ ബെയറിഷ് റെഫർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ POC ആണ് നമ്മളെ സംബന്ധിച്ച് ഒരു ബെയറിഷ് റെഫറൻസ്. അത് വ്യക്തമായി മനസ്സിൽ മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് ഇത് ബെയറിഷും 54,600 ബുള്ളിഷുമാണ്. അത് കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതായിരിക്കും നമുക്ക് നാളത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പോണത്. 54,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,000 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തോളൂ, നിഫ്റ്റിയിൽ ഞാൻ ബുള്ളിഷ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 200 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. നിഫ്റ്റിക്കുള്ള ബെയറിഷ് റെഫറൻസ് ഓർത്തോളൂ. ഏതാണ് 54,200 ആണ്. 26,200 ആണ് നമ്മുടെ ബെയറിഷ് റെഫറൻസും, 26,330 ബുള്ളിഷ് റെഫറൻസും. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽ. നിങ്ങൾ മനസ്സിൽ വ്യക്തമായി നിങ്ങൾ ഓർച്ചിരിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ബുള്ളിഷും ബെയറിഷും റെഫറൻസ് വച്ചിട്ടുള്ളത്. നമ്മുടെ റൂമിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നമ്മുടെ 1% ചലഞ്ച് റൂമിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യുക. അല്ല ഇപ്പൊ നിങ്ങളിപ്പോ എന്താണ് ഓഫ്ലൈൻ ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെങ്കിലും കൂടെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ 1% സ്ട്രാറ്റജി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ലൈവായി ഞാൻ എടുക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് കാണാം. അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മാർക്കറ്റിൽ നിന്ന് ചെറിയ ചെറിയ പൈസകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദയവായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.